ഹായ് ഫ്രണ്ട്സ്, ഞാൻ ജോയ്. പച്ചക്കലയുടെ പുതിയ അധ്യായത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞാൻ ഇന്നൊരു പുതിയ കലയുമായിട്ടാണ് നിങ്ങളെ സമീപിച്ചിരിക്കുന്നത്. ഇന്നത്തെ കല എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ പ്ലാന്റുകൾ പലതരം പ്ലാന്ററിൽ ഹാങ് ചെയ്തിടാറുണ്ട്. പോട്ടുകൾ ഉപയോഗിച്ചും മറ്റ് പല തരത്തിൽ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇന്ന് നമ്മളുടെ ഭംഗിയുള്ള പോട്ടുകൾ മറ്റൊരു നെറ്റിനകത്ത് അല്ലെങ്കിൽ നെറ്റ് ബാഗ് ഉണ്ടാക്കിയിട്ട് അതിനകത്ത് തൂക്കിയിടുന്ന ഒരു നല്ലൊരു കലയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഇത് വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു നല്ല കലയാണ്. ഇതെല്ലാവരും പരീക്ഷിച്ച് നോക്കണം. വളരെ ഈസി ആയിട്ട്, വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ, എന്നാൽ നമ്മുടെ ഹാങ്ങിങ് പ്ലാന്റുകളെ കുറേ കൂടെ മനോഹരമാക്കാൻ, ഭംഗിയുള്ളതാക്കാൻ, കാഴ്ചയ്ക്ക് നല്ല കൗതുകമുള്ളതാക്കാൻ കഴിയുന്ന ഒരു സിമ്പിളായിട്ടുള്ളൊരു കലയാണിത്. നിങ്ങളെല്ലാവരും ഇത് പരീക്ഷിച്ച് നോക്കണം. അപ്പോൾ നമ്മുടെ പണി ആരംഭിക്കാം. ഞാൻ പറഞ്ഞ പോലെ പ്ലാന്റ് ബോക്സുകൾ, പ്ലാന്റ് പോട്ടുകളൊക്കെ തൂക്കിയിടാൻ പറ്റുന്ന നമ്മളൊരു ത്രെഡിൻ്റെ ഒരു ബാഗാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി ആവശ്യമുള്ളത് നമുക്ക് ഒന്നുകിൽ നൈലോൺ ത്രെഡ്, അതല്ലെങ്കിൽ കോട്ടൻ്റെ ത്രെഡ്, ഈ മാക്രമേ എന്ന് പറയുന്ന നെയ്ത്ത് പണികൾക്ക് വേണ്ടി വരുന്ന കോട്ടൻ്റെ ത്രെഡ് വരുന്നുണ്ട്, ജൂട്ടിൻ്റെ ത്രെഡ്, ഇങ്ങനെ ഏത് ത്രെഡോ കോഡോ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഞാൻ എടുത്തിട്ടുള്ള ഇവിടെ കോട്ടൻ്റെ മാക്രമയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന കോഡാണ്. അത് നമ്മൾ ഒരു 8 പീസ് നമുക്കെടുക്കണം. 8 പീസിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു 120 സെൻറ്റിമീറ്ററാണ്. 120 സെൻറ്റിമീറ്ററിൽ 8 പീസ് മുറിച്ചെടുത്തിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ എടുത്ത ഈ 8 പീസിന് പുറമെ എക്സ്ട്രാ ഒരു പീസും കൂടി എടുക്കുക. അത് സെയിം ലെങ്ത്തിൽ തന്നെ എടുത്താൽ മതി, 120 സെൻറ്റിമീറ്റർ തന്നെ. അങ്ങനെ എടുത്തിട്ട് നമ്മൾ ആ ഒരു പീസിനെ നടു മടക്കിയെടുക്കുക. കൃത്യം സെൻറ്ററിൽ ഇങ്ങനെ മടക്കി എടുക്കുക. മടക്കിയെടുത്തിട്ട് ആ മടക്കിൽ നിന്ന് ഒരു 6 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 7 ഇഞ്ച് മാറിയിട്ട് ഒരു കെട്ടിട്ട് കൊടുക്കുക. ഇങ്ങനെ ഒരു നോട്ടിടുക. അപ്പോൾ നമ്മൾ മടക്കിയ ആ പോയിന്റിൽ നിന്ന് നമുക്കൊരു 6 ഇഞ്ച് അല്ലെങ്കിൽ 7 ഇഞ്ചൊക്കെയാണ് അതിൻ്റെ ലെങ്ത്ത് വരുന്നത്. 2 പീസും കൂടി ചേർത്ത് വെച്ചിട്ടുള്ള ലെങ്ത്ത് കേട്ടോ. അങ്ങനെ നമ്മളൊരു കെട്ടിടുക. ഇനി നമ്മൾ ആ കെട്ടിട്ട ആ ചരടിൻ്റെ ആ പീസിലാണ് നമ്മൾ 8 പീസ് മുറിച്ച് വെച്ചിട്ടുള്ളത് ഓരോന്നും കൊരുത്തെടുക്കുന്നത്. ഇങ്ങനെ നടുമടക്കിയിട്ട് അതിനുള്ളിൽ കൂടെ കോർത്ത് വലിച്ച് ആ ചരടിൽ ഇങ്ങനെ വലിച്ച് മുറുക്കുക. ഇങ്ങനെ വലിച്ച് മുറുക്കിയെടുത്ത് ഒരു ഭാഗത്തേക്ക് അത് പതുക്കെ ഒന്ന് മാറ്റി നിർത്തുക. അടുത്തൊരു പീസ് എടുത്ത് ഇതുപോലെ തന്നെ നമ്മൾ അതിൻ്റെ നടുമടക്കി അത് ആ ചരടിൽ നേരത്തെ ചെയ്തതുപോലെ തന്നെ വീണ്ടും നമ്മൾ കൊരുത്ത് വലിച്ചു മുറുക്കി ടൈറ്റാക്കി എടുക്കുക. ഇങ്ങനെ നമ്മൾ ആ കെട്ടിട്ട് വെച്ചിട്ടുള്ള ചരടിന് ചുറ്റും എന്ന് പറഞ്ഞാൽ നമ്മൾ 8 പീസാണ് എടുത്തിട്ടുള്ളത്. ആ 8 പീസും നമ്മളിതുപോലെ കൊരുത്തെടുക്കണം. ഇപ്പം നമ്മൾ 8 കോട്ട്സും നമ്മൾ ചുറ്റിയ ചരടിനകത്ത് കോർത്തെടുത്തു. ഇനി അത് ഇങ്ങനെ രണ്ടായിട്ട് ഇങ്ങനെ നോക്കിയാൽ നമുക്ക് സെറ്റാക്കി വയ്ക്കുമ്പോഴത്തേക്ക് ഒരു 8 സെറ്റ് കാണാം. അപ്പോൾ നമുക്ക് 16 കോഡ് ഇപ്പോൾ അതിനകത്ത് ഇങ്ങനെ തൂങ്ങി കിടക്കുന്നുണ്ട്. അതിൽ നിന്ന് നമുക്ക് ഇനി ചേർത്ത് കെട്ടുന്ന നെറ്റ് പോലെ, വല പോലെ കെട്ടിയെടുക്കുകയാണ് ഇനി അടുത്ത പരിപാടി. നമ്മൾ ഏറ്റവും ലെഫ്റ്റ് സൈഡിലുള്ള ഒരു പീസ് അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് ബാക്കി അടുത്തടുത്ത് വരുന്ന 2 പീസ് ചേർത്തെടുത്ത് നമ്മളിതുപോലെ കൂട്ടിക്കെട്ടുന്നു. സിമ്പിളായിട്ടുള്ളൊരു കെട്ട് മാത്രമാണ് ഇതിനകത്ത് ചെയ്യുന്നത്. കെട്ടിടുമ്പോൾ നമ്മൾ ഒരു കൃത്യമായ അകലത്തിൽ എല്ലാത്തിൻ്റെയും കെട്ട് ഒരേ ഡിസ്റ്റൻസിൽ വരാൻ, ഒരേ ലെങ്ത്തിൽ വരാൻ ശ്രദ്ധിക്കുക. ഏകദേശം ഒരു 3 ഇഞ്ച് കഷ്ടി, ഒരു 4 ഇഞ്ച് നീളത്തിലാണ് ഞാനിപ്പോൾ കെട്ടുന്നത്. 2 വയറും ചേർത്ത് പിടിച്ചിട്ട് നമ്മൾ കെട്ടിൻ്റെ അവിടത്തേക്കുള്ള ഡിസ്റ്റൻസ് ഒരു 4 ഇഞ്ച് കാണും. അത് നിങ്ങൾക്ക് ചെറുതാക്കാം, വലുതാക്കാം. നിങ്ങൾ അതിനകത്ത് വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു പോട്ടിന് വലിയ ബാഗാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിൻ്റെ കണ്ണികൾ കുറച്ച് വലുപ്പം കൂട്ടാം. അതായത് അപ്പോൾ ഈ കെട്ടുകൾ ഇടുന്ന, ഈ നോട്ട് ഇടുന്നതൊക്കെ നമ്മൾ കുറച്ചും കൂടി ഡിസ്റ്റൻസിൽ കൂട്ടിയെടുത്ത് കെട്ടാം. നമ്മൾ വെക്കുന്ന പോട്ട് വളരെ ചെറുതാണ്. ഇപ്പോൾ കൊക്കടമ്മ പോലെയുള്ളതോ അല്ലെങ്കിൽ ഒരു വാട്ടർ ബോട്ടിലോ പ്ലാന്റ് ഇട്ടിട്ട് ഒരു വാട്ടർ ബോട്ടിലൊക്കെ വെക്കാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ചെറിയ പാത്രമാണെങ്കിൽ നമ്മുടെ ഈ കണ്ണികളുടെ അകലം കുറയ്ക്കാം. അതായത് ഡിസ്റ്റൻസ് ഇപ്പോൾ ഞാൻ 4 ഇഞ്ച് എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് 2 ഇഞ്ചിലോ 3 ഇഞ്ചിലോ ഒക്കെ കെട്ടാം. അത് നിങ്ങളുടെ പാത്രത്തിൻ്റെ വലിപ്പം പോലെ നിങ്ങൾ തന്നെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടതാണ്. ഇങ്ങനെ നമുക്ക് ചുറ്റും ഇതുപോലെ കെട്ടിയെടുക്കുക.
ഇപ്പം നമ്മൾ എല്ലാ ചരടുകളും കെട്ടിട്ട് കഴിഞ്ഞു. നമ്മൾ ലെഫ്റ്റിലും റൈറ്റിലും ഓരോ പീസ് മാറ്റി വെച്ചിട്ടുണ്ട്. ആ മാറ്റി വെച്ച 2 പീസുകളും കൂടെ ജസ്റ്റ് ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഇങ്ങനെ കൂട്ടിച്ചേർത്ത് പിടിച്ച് സെയിം ലെങ്ത്തിൽ തന്നെ നമ്മൾ ഒരു കെട്ടിട്ട് കൊടുക്കുക. ഇതാ ഇങ്ങനെ ആ 2 പീസും ചേർത്ത് ഒരു കെട്ടിടുക. ഇപ്പം നമ്മൾ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് പീസ് കെട്ടിച്ചേർത്തത് ബാക്കിലാണ്. ആ ബാക്കിലെ പീസ് ബാക്കിലേക്ക് തന്നെ മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളത് ഇതുപോലെ നിവർത്തി വയ്ക്കുക. നിവർത്തി വെച്ചിട്ട് അതിൻ്റെ വീണ്ടും ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു പീസ് മാറ്റി നിർത്തിയിട്ട് നടുവിൽ വരുന്ന 2 ചേർത്ത് ഈ കാണുന്ന പോലെ കെട്ടിടുക. അതിൽ നോക്കി നമുക്ക് വീണ്ടും നമ്മുടെ കൃത്യമായ കണ്ണികളുടെ അകലം കീപ്പ് ചെയ്തിട്ട് നമ്മളൊരു കെട്ട് കെട്ടുക. വീണ്ടും അടുത്തടുത്ത് വരുന്ന 2 പീസുകൾ ചേർത്താണ് ഇതുപോലെ കെട്ടി പോകേണ്ടത്. നേരത്തെ കെട്ടിട്ട് വെച്ച 2 ഒരു സെറ്റിൽ നിന്ന് ഒരു പീസ് വേർതിരിച്ചെടുക്കുക. റൈറ്റ് സൈഡിൽ നിന്നും ഒരു പീസ് വേർതിരിച്ചെടുക്കുക. 2 ചേർത്ത് നമ്മൾ വീണ്ടും ആ കെട്ടിന് നേരെ വരുന്ന വിധത്തിൽ അടുത്ത കെട്ട് കെട്ടുക. ഇത് തന്നെ നമ്മൾ എല്ലാ ചരടുകളിലും ആവർത്തിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ നമ്മുടെ എല്ലാ കെട്ടുകളും കഴിഞ്ഞു. 2ാമത്തെ സ്റ്റെപ്പ് നമ്മൾ കെട്ടി കഴിഞ്ഞു. നമുക്ക് റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും ഓരോ പീസ് നമുക്ക് ബാക്കി വന്നിട്ടുണ്ട്. നേരത്തെ നമ്മൾ റൈറ്റും ലെഫ്റ്റും ബാക്കി വന്നത് കെട്ടി ബാക്കിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ആ മാറ്റി വെച്ച ചരട് ഇങ്ങോട്ട് എടുത്തിട്ട് അതിൻ്റെ ഒരു പീസും ഇപ്പോൾ ബാക്കി വന്നിട്ടുള്ള റൈറ്റ് സൈഡിലെ ഒരു പീസും കൂടെ ചേർത്ത് നമുക്ക് വീണ്ടും ഒരു കണ്ണി കൃത്യമായ അകലത്തിൽ കെട്ടിയെടുക്കണം. ഇങ്ങനെ നമുക്ക് ആ 2 ചരടും കൂടെ ചേർത്ത് നമുക്ക് തുല്യമായ അകലത്തിൽ, നേരത്തെ കെട്ടിയ അകലത്തിൽ തന്നെ നമുക്ക് ഒരു കെട്ടിട്ട് ഇവിടെ ഒരു കണ്ണി ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്ക് അതിൽ ബാക്കിയുള്ള ലെഫ്റ്റ് സൈഡിൽ വരുന്ന ഒരു പീസും നേരത്തെ ഉള്ള ലെഫ്റ്റിലെ പീസും കൂടെ ചേർത്ത് അതേപോലെ തന്നെ നമുക്ക് അവിടെയും ഒരു കണ്ണി കെട്ടി ഉണ്ടാക്കണം. അവിടെയും ചേർത്ത് വെച്ച് ഒരു കെട്ടിടുക. ഇപ്പം നമ്മൾ 2 സ്റ്റെപ്പ് കെട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ നെറ്റ് ഒന്നിങ്ങനെ റൗണ്ടിൽ വിരിച്ചു വയ്ക്കാം. ഇപ്പോൾ ചുറ്റും നമ്മൾ കെട്ടി കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് തമ്മിൽ ഇങ്ങനെ ഓരോ പീസ് ചേർത്ത് വീണ്ടും ഓരോ കെട്ടിടുക. അങ്ങനെ ഫുൾ റൗണ്ട് കെട്ടുക. അപ്പോൾ നമ്മുടെ 3ാമത്തെ സ്റ്റെപ്പ് കെട്ടും കഴിയും. നമുക്ക് ഇതിൻ്റെ ലെങ്ത്ത്, നമ്മുടെ ഉണ്ടാക്കുന്ന ബാഗിൻ്റെ ലെങ്ത്ത്, നിങ്ങൾ വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന പോട്ടിൻ്റെ അളവ് വലുപ്പം അനുസരിച്ച് നിങ്ങൾക്ക് ഇതിൻ്റെ കണ്ണികൾ ഇനിയും ഒരുപാട് കൂട്ടിയെടുക്കണമെങ്കിൽ കൂട്ടിയെടുക്കാം, കുറച്ചെടുക്കണമെങ്കിൽ കുറച്ചെടുക്കാം. അതുപോലെ കണ്ണികളുടെ അകലം കൂട്ടണമെങ്കിൽ കൂട്ടാം, കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ഈ കാണുന്ന പോലെ അടുത്തടുത്ത് നിൽക്കുന്ന ചരടുകളെ കൂട്ടിച്ചേർത്ത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ, വേറെ ഇതിനകത്ത് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ഇങ്ങനെ അടുത്തടുത്ത് നിൽക്കുന്ന ചരടുകളെ ചേർത്ത് നമ്മൾ കെട്ടുക. കെട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കണ്ണികളുടെ അകലം കൃത്യമായിരിക്കണം, കെട്ടുകളുടെ അകലം കൃത്യമായിരിക്കണം. ഒന്ന് കൂടി ഒന്ന് കുറഞ്ഞു നിൽക്കരുത്. നമ്മുടെ 3ാം സ്റ്റെപ്പ് കെട്ട് കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ബാഗിൻ്റെ ഏകദേശം പണികൾ പൂർത്തിയായി. ഇനി നമുക്ക് ഇതിൻ്റെ നെക്ക് ഇങ്ങനെ ഒന്ന് വിടർത്തിയിട്ട് നമ്മൾ ആ ഒരു 8 ചരടും കോർത്തെടുത്ത ആ ഭാഗം ഉണ്ടല്ലോ, ഒരു നെക്കിൻ്റെ ഒരു ചരട്, ആ ചരടിൽ നമുക്ക് ഈക്വൽ ഡിസ്റ്റൻസിലേക്ക് ഇങ്ങനെ വലിച്ചകത്തി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പാത്രങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വലുപ്പത്തിലാക്കിയെടുക്കാം. ഇപ്പോൾ അതൊരു സിലിണ്ടറിക്കൽ ആകൃതിയിലുള്ള ഒരു ബാഗ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി ആ നെക്കിൻ്റെ ചരട് നമുക്ക് കൂട്ടിയോ കുറച്ചോ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് കെട്ടാം. നമ്മുടെ പാത്രത്തിൻ്റെ വലുപ്പം അനുസരിച്ച് കുറച്ചോ കൂട്ടിയോ എങ്ങനെ വേണമെങ്കിൽ കെട്ടാം. നേരത്തെ നമ്മളൊരു കെട്ട് കെട്ടിയിട്ടുണ്ട്. അത് അഴിച്ച് നിങ്ങൾക്ക് നിവൃത്തി കുറച്ചും കൂടി വലുപ്പമുള്ള രീതിയിൽ കെട്ടണമെങ്കിൽ അങ്ങനെ ആവാം. അത് കുറച്ചും കൂടി കുറയ്ക്കണമെങ്കിൽ അങ്ങനെ കുറച്ച് കെട്ടാം. അപ്പം ഞാനിതിനകത്തൊരു കൊക്കഡാമ പോലുള്ള എന്തെങ്കിലും വയ്ക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് നെക്ക് അധികം ആവശ്യമില്ല. അതുകൊണ്ട് ഞാനതൊന്ന് അഴിച്ച് ഒന്നുകൂടെ ചുരുക്കി കെട്ടുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇനി നമുക്ക് എല്ലാം കൂടെ ചേർത്ത് പിടിച്ച് 2 സൈഡിലൊന്ന് വലിച്ച് മുറുക്കിയിട്ട് അവിടെ ഒരു കെട്ട് കെട്ടണം ഏറ്റവും അടിഭാഗത്ത്. ഇനി നമുക്ക് ഒരു ത്രെഡ് എടുത്തിട്ട് ഒരു മാക്രമേ നോട്ടാണ് ഞാൻ ഇടാൻ പോകുന്നത്. അത് കാണാൻ കുറച്ചുകൂടി ഭംഗിയുണ്ടാവും. നമുക്ക് സാധാരണ ഒരു കെട്ട് എങ്ങനെയെങ്കിലും ഒരു കെട്ട് കെട്ടിയാലും അവിടെ നിന്നോളും. പക്ഷേ ചെയ്യുന്ന പണിക്കൊരു ഭംഗി ഉണ്ടാവാൻ, ഒരു കല ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചരട് നമ്മുടെ കയ്യിൽ പിടിച്ച് ഇങ്ങനെ വളച്ച് ഒരു എൻഡ് ഇങ്ങനെ വളച്ച് വയ്ക്കുക. എന്നിട്ട് ബാക്കി വരുന്ന നീളം ഇതങ്ങനെ ചുറ്റുക. നല്ലപോലെ ടൈറ്റ് ചെയ്ത് അതിനുള്ളിൽ കൂടെ ഒന്ന് കോർത്ത് വലിച്ചിട്ട് ഇനി ബാക്കി നമുക്ക് ആവശ്യത്തിനുള്ള
ലെങ്ത്ത് ചുറ്റിയെടുക്കണം. ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു കെട്ടാണ്, എളുപ്പമാണ്, പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ടാവും, നല്ല ഉറപ്പുണ്ടാവും. ഇതാ ഇങ്ങനെ വെറുതെ ചുറ്റിലാണ് ഇതിലെ പ്രധാനപ്പെട്ട പണി. അത് ഒരേ ടൈറ്റിൽ അടുപ്പിച്ച് കാണാൻ നല്ല ഭംഗിയായിട്ട് ഇതാ ഇങ്ങനെ അടുപ്പിച്ച് ചുറ്റുക. അതൊരു 5 ചുറ്റോ 10 ചുറ്റോ അത് നിങ്ങളുടെ ഇഷ്ടം പോലെ, നിങ്ങളുണ്ടാക്കിയ ആ നെറ്റിന് എത്ര വേണം എന്ന് നോക്കിയിട്ട് അതനുസരിച്ച്, കാണാൻ ഒരു അലങ്കാരം കൂടിയാണ് ആ കെട്ട്. അപ്പോൾ അത് നിങ്ങൾ സ്വയം നിശ്ചയിച്ച് കെട്ടുക. ഇതിങ്ങനെ കെട്ടി കഴിയുമ്പോൾ ചെയ്യേണ്ട കാര്യം, കെട്ടി അവസാനിപ്പിക്കുന്ന ഒരു വിധമുണ്ട്, അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇതാ ഇങ്ങനെ ഇപ്പോൾ ഒരു 5-8 ചുറ്റ് 5-10 ചുറ്റ് ഏകദേശം ഞാൻ ചുറ്റിയിട്ടുണ്ട്. ആ ചുറ്റി കഴിഞ്ഞിട്ട് അതിൻ്റെ എൻഡ് നമ്മൾ ആ നേരത്തെ തുടക്കത്തിൽ വളച്ചു വെച്ച ആ ചരടിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ കോർത്തെടുക്കുക. എന്നിട്ട് അതിൻ്റെ എൻഡ് നമ്മൾ ആ കെട്ട് തുടങ്ങിയെടുത്ത് നിൽക്കുന്നുണ്ട്, അത് പിടിച്ച് മുകളിലേക്ക് നല്ലപോലെ വലിച്ച് ടൈറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ചുറ്റി അവസാനിപ്പിച്ച എൻഡ് ആ കെട്ടിൻ്റെ ഉള്ളിലേക്ക് വലിഞ്ഞു കയറി പോവും. ഒന്നുകൂടെ വലിച്ച് വേണമെങ്കിൽ അങ്ങനെ മുറുക്കുക. ഇനി അത് അഴിഞ്ഞു പോവില്ല. ആ ചരട് നമ്മൾ കെട്ടി അവസാനിപ്പിച്ച എൻഡ് ആ മൊത്തം ചുറ്റിക്കെട്ടിൻ്റെ ഉള്ളിലേക്ക് കയറി പോകുന്നത് കാണാം. ഇതാണ് മാക്രമയുടെ ഒരു നോട്ട്, ഒരു പ്രത്യേകതരം കെട്ടാണ്. അത് നല്ല ഭംഗിയുള്ളൊരു കെട്ടാണ്, കാഴ്ചയ്ക്കും ഭംഗിയാണ്, കെട്ടാനും നമുക്ക് എളുപ്പമാണ്. അതിൻ്റെ എൻഡ് ബാക്കി വരുന്നത് നമ്മൾ കട്ട് ചെയ്ത് കളയുക. 2 എൻഡും കട്ട് ചെയ്ത് മാറ്റുക. ഇപ്പോൾ നമ്മുടെ കെട്ട് പൂർത്തിയായി, നമ്മളെ നെറ്റ് ബാഗും പണി പൂർത്തിയായി. ഇനി നമുക്ക് ഇതിനകത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഹാങ്ങിങ് പ്ലാന്റ് ഒരു ബോട്ടിലിൽ, വാട്ടർ ബോട്ടിലിലോ അല്ലെങ്കിൽ എങ്ങനെയാണെങ്കിൽ കൊക്കഡാമയാണെങ്കിൽ കൊക്കഡാമയോ അല്ലെങ്കിൽ ഏതെങ്കിലും അലങ്കാരമുള്ള പാത്രങ്ങളോ ഇതിനകത്ത് വെച്ചിട്ട് നമ്മൾ പ്ലാന്റ് വയ്ക്കുക. നമുക്ക് എവിടെ വേണമെങ്കിൽ ഹാങ് ചെയ്തിടാം. ഇത് ചെടികൾ ഇരിക്കുന്ന പാത്രത്തിന് ഒരു പ്രത്യേക അലങ്കാരം ഭംഗിയാണ്. അപ്പോൾ ഈ കല എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങളെല്ലാവരും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പരീക്ഷിക്കണം, വളരെ എളുപ്പമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ പ്രത്യേകമായിട്ട് പറയാനുള്ളത്, വളരെ ഈസിയായിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു വലിയ ഉപകാരമാണ് ഞങ്ങൾക്ക് ചെയ്യേണ്ടത്. സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. പിന്നെ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞങ്ങളുടെ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. എല്ലാവർക്കും അടുത്തൊരു കൗതുകമായി വീണ്ടും വരുന്നതുവരെ ബൈ.